തമിഴ്നാട്ടിലെ തിരുച്ചെണ്ടൂരിലെ ഒരു രാത്രി. ഒരു രാജപാളയം പട്ടിയാണ് ആരോ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ കാല് തകർത്തിരിക്കുകയാണ്. തിരുച്ചെണ്ടൂരിലെ ഒരു രാത്രിയിലെ ഏതാണ്ട് അവൻ്റെ ഒരു കടി അറിയാമല്ലോ. രാജപാളയം പട്ടിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം അവൻ്റെ അപകടം എത്രത്തോളം ഭീകരമാണ്. ഓടിക്കണ്ട അവൻ നമ്മുടെ അടുത്ത്. മോനെ മക്കളെ, അവൻ്റെ കാലിന് കല്ല് വെച്ചെറിഞ്ഞോ? ആരോ അടിച്ചേക്കുവാണ് അല്ലേ അവന്. എന്നാ അവന് ഞാനൊരു ചിക്കൻ്റെ പീസ് കൊടുക്കുവാണ്. അവൻ്റെ കഴുത്ത് നോക്ക്, അവൻ്റെ ശരീരം നോക്ക്. ഇവനെങ്ങാനും ഈ ഹോട്ടലിൽ രാത്രി അടച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ കാവൽക്കാരനാണ് ഇവൻ. ഇവൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പട്ടിയുടെ ഏതാണ്ട് ഒരു 2 ഇരട്ടി വരും. രണ്ട് കാല് അടിച്ചൊടിച്ചേക്കുവാണ് അവൻ്റെ. സഹതാപം തോന്നുന്നു കണ്ടോ, അവൻ്റെ സുഖമില്ല, അവൻ വിട്ടു പോകണം കണ്ടോ. ഇത് നമ്മുടെ നാടനാണ് എങ്കിലും അവനും സ്നേഹമുണ്ട്, അവനും കൊടുത്ത ഒരു പീസ് ചെയ്യാൻ. എന്തായാലും ഒരു മലയാളിയായ ചേട്ടൻ. പേരനേട്ടൻ്റെ കുമാർ, വീട് 20 വർഷം മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ ഇവിടെയാണ്. കണ്ടോ, നല്ല ഒന്നാന്തരം ഫുഡ് കണ്ടോ. ഞങ്ങൾ കഴിച്ചിരിക്കുകയാണ്. തന്തൂരിയാണ് കഴിച്ചത് ഞങ്ങളിവിടെ. നമുക്ക് ആ ഫുഡ് ഒന്ന് കാണാം. പേരനാണ് അജികുമാർ. എൻ്റെ കയ്യിൽ അജികുമാറാണ്. അടുത്ത വർഷം വരാം കേട്ടോ. ഇന്ന് സ്റ്റാലിൻ വരുന്നത് കൊണ്ട് കന്യാകുമാരിയിലേക്ക് പ്രവേശനമില്ല. മുഖ്യമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് നല്ല അവധിയാണ്. ഇതാണ് ഞങ്ങളിപ്പോൾ കഴിച്ചത്. തന്തൂരി ചിക്കനാണ്. ഈ വലിയൊരു പീസിന് എന്നാ വില? 120 രൂപ. ഈ ഒരു പീസിന് 120 രൂപയാണ്. 120 രൂപ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ ഒരു പീസിന് ഏതാണ്ട് 400 രൂപ വരും. കണ്ടോ, ഞങ്ങൾ 3 പേര് കഴിച്ചിട്ട് തീർന്നില്ല. വെറും 120 രൂപ ഉള്ളൂ. എന്തായാലും രാത്രി 12 മണിക്ക് ഇന്നലെ ഫുള്ള് ഇവിടെ സജ്ജമാണ്. എല്ലാതരം സജ്ജീകരണങ്ങളുണ്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ പേരെന്നാ? അജിത. ഈ സ്ഥലത്തിൻ്റെ പേരെന്നാ? പുതുനഗരം. ഇവിടുന്ന് വട്ടിക്കോട്ടയ്ക്ക് എന്ത് ദൂരമുണ്ട്? വട്ടക്കോട്ടയ്ക്ക് കന്യാകുമാരി അങ്ങോട്ടാ അല്ലേ? ഓക്കെ. ഈ സ്റ്റാലിന് എത്ര ദിവസം ഉണ്ട് ഇവിടെ? 2 ദിവസം സ്റ്റാലിനുള്ളതുകൊണ്ട് കന്യാകുമാരിയിലേക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇപ്പോൾ അടുത്തുള്ള തിരുച്ചെണ്ടൂരിലേക്ക് പോവുകയാണ്. അവിടെയാണ് ലോഡ്ജുള്ളൂ. കടൽ തീരത്തോടെയാണ് നമ്മുടെ യാത്ര. രാത്രി എല്ലാവരും സജ്ജമായിരിക്കുകയാണ് വണ്ടിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വിട പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ. കുമാറിന് ഗുഡ് ബൈ, അജിക്ക് ഗുഡ് ബൈ.